ഇതെന്ത് കറിയാ? മീൻ കറി. ഇതോ? സാമ്പാർ, ഉപ്പേരി. മാമ്പഴ പുളിശ്ശേരിയാ പൂസ്? മാമ്പഴം. ഇതാ മാമ്പഴ പുളിശ്ശേരി. ഇതോ? കാച്ചിയ മോര്, ചോറ്, ചിക്കൻ കബാബ്, മുളക് വറുത്തത്, മത്തി വറുത്തത്, പാവയ്ക്ക ഫ്രൈ, സലാഡ്. ഇത്ര ഐറ്റംസ് ഉണ്ടല്ലേ? സൂപ്പർ. കഴിച്ചിട്ട് പറയാം. പാൽമേര കിച്ചണിലെ ഫുഡാണ്. ചിക്കൻ കബാബ്, നല്ല കുഞ്ഞൻ മത്തി. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇതാ പൊരിച്ച് വെച്ചേക്കുന്നു. സാലഡ് ഉണ്ട്, അച്ചാറുണ്ട്, പാവക്ക പൊരിച്ചതുണ്ട്. ഇതുണ്ടോ? മാമ്പഴ പുളിശ്ശേരി, സാമ്പാറുണ്ട്, പപ്പടം, മത്തിക്കറി, മോരുകറി, ഉപ്പേരി, 2 തരത്തില്. അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. മാഡത്തിന്റെ പേര്? റാണി. മാഡാണ് ഇത് കുക്ക് ചെയ്ത് കഴിച്ചിട്ട്? മാമാണ് ഇതിന്റെ ഓണർ. ഓക്കെ. എന്തായാലും ഒത്തിരി സന്തോഷമായി. മക്കൾക്കൊക്കെ തൃപ്തിയോടെ വിളമ്പി കൊടുക്കുന്നു. കഴിച്ചിട്ട് അഭിപ്രായം? കഴിച്ചു. ഇത് കണ്ടപ്പോഴേക്കും മനസ്സ് പറഞ്ഞു. കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. അപ്പൊ എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. അപ്പൊ എന്താ കുഴപ്പമുണ്ടല്ലോ? സൂപ്പറാണോ? അടിപൊളിയാണ്. എന്തൊക്കെയാ ഐറ്റംസ് ഉള്ളത്? ചള്ളാസ് ഉണ്ട്, മീൻ പൊരിച്ചുണ്ട്, കബാബ് ഉണ്ട്, പപ്പടം ഉണ്ട്, ചോറുണ്ട്, മോരറി ഉണ്ട്. പിന്നെ ഈ സംഭവത്തിന്റെ പേരറിയില്ല. അടിപൊളിയാണല്ലേ? പറയൂ തനാലെ, എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അടിപൊളി ഫുഡ്. ഒന്നും പറയാനില്ല. സൂപ്പറാണ്. അയ്യേ, എങ്ങനെയുണ്ട് അയ്യാനെ ഫുഡ്? സൂപ്പറാണ്. എന്തൊക്കെയാ ഉള്ളത്? മത്തി പൊരിച്ചുണ്ടല്ലേ? അടിപൊളി. പിന്നെന്തൊക്കെയാ? എല്ലാം ഇഷ്ടായോ? കൊള്ളാം. നാടൻ ഫുഡ്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ചോറ്, മീൻകറി, മത്തി പൊരിച്ചത്, കബാബ്, ഇതിന്റെ പേരെന്താ? തോരൻ, പപ്പടം. അടിപൊളി. ഹലോ മാഡം, ഹലീമ. എങ്ങനെയുണ്ട് ഫുഡ്? എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ചിക്കൻ ഉണ്ട്, മീനുണ്ട്, ചോറ്, കറി, കുറെ സാധനം. എനിക്ക് ഇത്രയും പേർക്ക് മത്തി ഇവർ എങ്ങനെ നന്നാക്കി പൊരിച്ചു എന്നാണ് ഡൗട്ട് അല്ലേ? വീട്ടിലൊക്കെ മത്തി വാങ്ങിക്കാന്ന് പറയുമ്പോ തന്നെ പറയും വേണ്ടാന്ന്. മോളെ ഓക്കെ. എൻ്റെ പേര് ജോഷി, വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. സൂപ്പർ. ഒന്ന് പാസ് ചെയ്ത് പോയിക്കേ, അഭിപ്രായം പറഞ്ഞേ. അടിപൊളി. 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 സൂപ്പർ. സൂപ്പർ 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 സൂപ്പർ. ഫുഡ് അടിപൊളി. ഫുഡ് സൂപ്പറാ. ഫുഡ് സൂപ്പറാണ്. നാടൻ ഫുഡ് അല്ലേ? ഓക്കെ. ഫുഡ് ഷോ ഒക്കെ ചെയ്യുന്ന ആണോ? ഹായ് സോയ, എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ഒരു അടിപൊളി ട്രഡീഷണൽ ഫുഡ് അല്ലേ? ഒരു നാടൻ ഭക്ഷണം അല്ലേ? ഇഷ്ടമായോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. ഇഷ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടായി. ആണോ? ഓക്കെ. ഹായ്, എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡ്. ആണോ? ഷാദിയ,
എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് മൈക്ക് കൊടുത്ത് മൈക്ക് വെച്ചിട്ട് പറയും. നല്ല ഫുഡാ. നല്ല ഫുഡാ. അമ്മയോട് പറഞ്ഞൂടെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാൻ? പറയാറുണ്ട്. ഉണ്ടാക്കി തരാറില്ല അല്ലേ? പറയൂ, എങ്ങനെയുണ്ട് ഫുഡ്? ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാണ്. ഓക്കെ എന്നാ മാമ്പഴം ഒരു മാമ്പഴം കിട്ടുമോ? ഓക്കെ ഓക്കെ. ഇത്തിരോടെ ഇട്ടോ. ഉപ്പേരി ഓ കറക്റ്റ് പറയും. ആണോ? ഓക്കെ. വീഡിയോയിൽ മേം ഒന്ന് വരുമോ? കുഴപ്പമുണ്ടോ? വരണ്ട. ജസ്റ്റ് ഞാൻ ഡയലോഗൊക്കെ പറഞ്ഞിട്ടോ, മേം നിന്നാൽ മതി. ആ സൈഡിൽ വെച്ചു, എവിടെയെങ്കിലും ഒരു സൈഡിൽ, അത്ര മതി. ഇതോ? മീൻകറി. ആ ഒരു വർഷം മത്തിയും കൂടെ ഇട്ടു. ഓക്കെ 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 ഓക്കെ. പപ്പടം വയ്ക്കാം. അപ്പോൾ സാർ ഏറ്റവും തൃപ്തിയുള്ളൊരു ഭക്ഷണം കേട്ടോ ഈ കഴിക്കുന്നത്. പാൽമിര ഹോട്ടൽസ്. നല്ല വറുത്ത കുഞ്ഞമത്തി, മാമ്പഴ പുളിശ്ശേരി, സൂപ്പർ ഫുഡാണ്. എങ്ങനെയുണ്ട് ബിന്ദു മിസ്സേ? കുഴപ്പമില്ല, അടിപൊളി. ഇഷ്ടമായോ? സൂപ്പർ ഫുഡ്, അടിപൊളി. ആ പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ എടുപ്പിക്കണം. ആ പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ പപ്പടം മാറ്റിക്കുന്നേ. ഒത്തിരി അത് കിട്ടി കിട്ടി. ഒന്ന് പുറത്തേക്ക്. ആണോ? മാം ഒരു മിനിറ്റ് പുറത്തേക്ക്. എനിക്ക് 2 റെസ്റ്റോറന്റ് ഉണ്ട്. ഒന്ന് സ്വന്തമുണ്ട് ബിൽഡിംഗ്. മറൈൻ ഡ്രൈവിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അത് ഒരു 300 പേർക്ക് ഇരിക്കാം. ഇതിപ്പം ലീസിന് എടുത്തേക്കുന്നത്. ഞങ്ങൾ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ? ഒരു മിനി ലക്ഷ്മി നാരായണൻ എന്നാണ് എന്റെ മോൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് മേമിനെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ മേം ഇപ്പൊ പറയുന്നു മലയാളി അല്ലെന്ന്. പക്ഷെ ഞങ്ങൾ കഴിച്ച മാമ്പഴപ്പുളിശ്ശേരി മുതല്, മത്തി വറുത്തത് മുതല്, ഉപ്പേരി, അച്ചാറ് മുതൽ എല്ലാം ആ തനി കേരള ആ ട്രഡീഷണൽ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മാം ഇതിൻ്റെ എങ്ങനെയാണ് മാം ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് ഇതിൽ വന്നത്? അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? ഞാൻ എന്റെ കൊച്ചിനെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറിന് ഇട്ട് കൊടുത്തതാ. അവര് പോയപ്പോ ഞാനിങ്ങനെ നടത്താൻ എടുത്തു. ഇപ്പൊ എല്ലാം എനിക്കറിയാം, ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാം. ഞാൻ എന്റെ വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഊഹം വെച്ച് ഞാനങ്ങ് ചെയ്യുന്ന. അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ, പോകാതിരുന്നാ മതി. അപ്പൊ ഈ ഭക്ഷണമൊക്കെ മേഡം തന്നെയാണ് ഉണ്ടാക്കിയത് അല്ലേ? അത്രമേൽ കൈപ്പുണ്യാണ് കേട്ടോ. ഓക്കെ. ഇതിന്റെ മേലെ കൃഷിയുണ്ട്. കൃഷിന്റെ കാർഷികശ്രീ അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലേ? പിന്നെ കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ മുളക് അടക്കം, കരിയാപ്പില അടക്കം, പെരിഞ്ചീരകം അടക്കം, പാലൊക്കെ എല്ലാം മോളി കൃഷിയുണ്ട്. പിന്നെ ജന്തുക്കളോട് ഭയങ്കര സ്നേഹമാണ്. പൂച്ചയുണ്ട്, നാടൻ പൂച്ചയുണ്ട്. തനി മലയാളി ലുക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ. അത്രമേൽ കൈപ്പുണ്യവും നമിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് മറൈൻ ഡ്രൈവ് ഉള്ള പാൽമിര റെസ്റ്റോറൻറ്റില്.
ജീവിതത്തിൽ ഇത്രയും രുചികരമായ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഏറ്റവും ഹൈലൈറ്റ് മാമ്പഴ പുളിശ്ശേരിയാണ്. അത് ഉണ്ടാക്കിയ ആളാണ്. ഇല്ല, അത്രമേൽ രുചിയാണ്. ആ, ചുമന്നായിരിക്കുന്നത്, നമ്മൾ കളർ ചേർക്കില്ല. പോവാന്നാ